പുണ്യങ്ങളുടെ പൂക്കാലവുമായി വിശുദ്ധ റമദാൻ മാസത്തിന് വ്യാഴാഴ്ച തുടക്കം. ഇനിയുള്ള 30 ദിവസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ദിനങ്ങളാവും. സംസ്ഥാനത്ത് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഖാദിമാർ സംയുക്തമായാണ് റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇതിനായുള്ള ഒരുക്കങ്ങൾ ഗൃഹങ്ങളിലും പള്ളികളിലും പൂർത്തീകരിച്ചു. സ്രഷ്ടാവിന്റെ കാരുണ്യം വർഷിക്കുന്ന റമദാനിൽ നന്മകൾക്ക് കുറഞ്ഞത് 70 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് പണ്ഡിതർ പറയുന്നു. ഖുർആന്റെ അവതരണ മാസം കൂടിയാണിത്. ഖുർആനിലെ ആദ്യ വചനങ്ങൾ നൽകുന്ന സന്ദേശം വായിക്കുക, എഴുതുക എന്നതാണ്. റമദാനിലെ വ്രതപുണ്യത്തിൽ സ്രഷ്ടാവിന്റെ കാരുണ്യം നിറഞ്ഞൊഴുകുന്നതായി അനുഭവപ്പെടാറുണ്ടെന്നും പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. റംസാനിലെ ആദ്യ 10 കാരുണ്യത്തിൻ്റെതാണ്. രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെതാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ സുപ്രധാനമായതാണ് സൂറത്തുൽ ഖദർ. 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറയിൽ ലൈലത്തുൽ ഖദർ എന്ന നിർണായക രാത്രിയാണ് പരാമർശം. റമദാനിലെ ഈ രാത്രിക്ക് 1000 മാസം അനുഷ്ഠിക്കുന്ന നന്മകളെക്കാൾ നന്മ നൽകാൻ കഴിയും എന്നതാണ് പ്രത്യേകത. നന്മകൾ നിറഞ്ഞ പുണ്യ റമദാൻ കടന്നു വരുന്നതോടെ വിശ്വാസികൾക്കിനി അനുഗ്രഹപൂർണമായ പ്രാർത്ഥനാപൂർവമായ ദിനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.